കൊല്ലത്ത് KMML കമ്പനിയുടെ വാഹനം വിറ്റതിൽ വൻ ക്രമക്കേടെന്ന ആരോപണം. 2018 മോഡൽ ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റ ഹൈ എൻഡ് വെർഷൻ വിറ്റത് വെറും 7 ലക്ഷം രൂപയ്ക്കെന്ന് പരാതി. നിലവിലെ വിപണി അനുസരിച്ച് ഏകദേശം 15 മുതൽ 16 ലക്ഷം രൂപ വരെ ലഭിച്ചേക്കാം. വാഹനം വിൽപ്പന നടത്തിയതിന്റെ രേഖകളും ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഷമീറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, അവിടെ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണോ ഇപ്പോൾ വരുന്നത്? ഈ ആരോപണത്തിന്റെ വസ്തുത എന്താണ്? സ്വാതി, KMML ചെയർമാന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ ഹയറൻഡ് തുടരാം ഷമീർ. സ്വാതി, KMML ചെയർമാന്റെ ഉടമസ്ഥയിലുള്ള വാഹനമായ ഇന്നോവ ക്രിസ്റ്റ ഹയറൻഡ് മോഡൽ വിറ്റതിലാണ് ഇത്തരത്തിലൊരു അഴിമതി ഉണ്ടെന്നൊരു ആരോപണം, അല്ലെങ്കിൽ ക്രമക്കേടുണ്ട് എന്നൊരു ആരോപണം ഉയരുന്നത്. ഈ വാഹനം വിറ്റിരിക്കുന്നത് 7 ലക്ഷം രൂപയ്ക്കാണ്. 2018 മോഡൽ വാഹനത്തിന് വിപണി വില ഏതാണ്ട് 15 ലക്ഷത്തിനും 17 ലക്ഷത്തിനും ഇടയ്ക്ക് വിലയുള്ളപ്പോൾ ഈ വാഹനം ആക്രി വിലയേക്കാൾ താഴ്ന്ന വിലയ്ക്കാണ് ഇത്തരത്തിൽ ഈ വാഹനം വിറ്റിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വാഹനം വിൽക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപവും കൂടി വരുന്നുണ്ട്. ഈ ടെൻഡർ നടപടി പ്രകാരമായിരിക്കണം ഇത്തരം ഇടപാടുകൾ നടത്തേണ്ടത്. പക്ഷേ ഈ ടെൻഡർ നടപടികളിൽ നിന്ന് ഒഴിവാകാനായി ബൈബാക്ക് വഴിയാണ് ഈ വാഹനം വിറ്റിരിക്കുന്നത്. അതും ടൊയോട്ടോയുടെ ഒരു ഷോറൂമിൽ ആണ് ഈ വാഹനം വിറ്റിരിക്കുന്നത്. ആ വാഹനം വിൽക്കുമ്പോൾ തന്നെ ഒരു ഏജൻസിയെ കൊണ്ട് മാത്രമാണ് ഇതിൽ വിലയിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനം 2018 മോഡലാണെങ്കിലും ഈ കാലയളവിനുള്ളിൽ ഈ വാഹനത്തിന് 8 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് നടപടികളും നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 30 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഇന്നോവ ക്രിസ്റ്റ വാഹനമാണ് ഈ ആക്രി വിലയേക്കാൾ തുച്ഛമായ വിലയ്ക്ക് ഈ ടൊയോറ്റ ഷോറൂമിൽ ബൈബാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ KMML നമ്മൾ അന്വേഷിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ബൈബാക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഈ ടെൻഡർ നടപടികൾ ബാധകമല്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാലും ഈ വാഹനത്തിൻ്റെ വില അനുസരിച്ച് അത് അത്രയും വിലയല്ല ലഭിക്കേണ്ടത്. അതിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ ടെൻഡർ നടപടികൾ പാലിക്കാതെ ഒരു കമ്പനിയെ കൊണ്ട് മാത്രം ഈ മൂല്യനിർണ്ണയം നടത്തിയതിലും ദുരൂഹതയുണ്ട്. കമ്പനിയുടെ വെഹിക്കിൾ മാനേജറും മെയിൻ്റനൻസ് വിഭാഗം HODയും കൂടി ആണ് ഈ ഇടപാട് നടത്തിയതെന്നുമാണ് ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന പരാതി. എന്തായാലും ഒരു വാഹനം അതിന് ലഭിക്കേണ്ട യഥാർത്ഥ മൂല്യത്തിൽ താഴെ, അതും ഒരു ആക്രി വിലയിൽ താഴെ ഒരു വാഹനം, ഇന്നോവ എന്നൊരു പുതിയ വാഹനം ആ തരത്തിൽ വിറ്റിരിക്കുന്നത് എങ്ങനെയാണ്? അതിലൊരു വലിയ ക്രമക്കേട്, സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടൊരു ആക്ഷേപത്തിലാണ് ഇപ്പോൾ വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ലഭിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ഷമീർ.